ബഹുമാനപ്പെട്ട അച്ഛൻ നമുക്കറിയാവുന്ന പോലെ അട്ടപ്പാടി സെൻറ് തോമസ് ആശ്രമത്തിലെ അവിടുത്തെ അംഗമാണ്. അതുപോലെ അച്ഛൻ്റെ മാതൃക ഇടവക കാരാട്ടുകുന്നിൽ, കോട്ടയം കാരാട്ടുകുന്നയിൽ ആണ് അച്ഛൻ്റെ മാതൃക ഇടവക. ചെമ്മന്നൂർ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയത്തിലെ വികാരിയായി സേവനമനുഷ്ഠിക്കുന്നു. ഗെത്സമനെ ധ്യാന കേന്ദ്രത്തിലെ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്നു. അട്ടപ്പാടി സെൻറ്റ് ഗ്രിഗോറിയോസ് സ്കൂളിലെ CBSE സ്കൂളിലെ പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിക്കുന്നു. അതുപോലെ അട്ടപ്പാടി സെൻറ് തോമസ് ആശ്രമത്തിലെ ട്രഷററായും സേവനമനുഷ്ഠിക്കുന്നു. ഈ ഒരു ധ്യാന ഗുരു തന്നെയാണ് ബഹുമാനപ്പെട്ട അച്ഛൻ. യൂട്യൂബിലൂടെയൊക്കെ അച്ഛൻ്റെ പ്രസംഗങ്ങളൊക്കെ നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. ഈ വർഷത്തെ വലിയ കൺവെൻഷൻ, വലിയ നോയമ്പിനോടനുബന്ധിച്ചുള്ള കൺവെൻഷൻസും ബഹുമാനപ്പെട്ട അച്ഛനാണ് നയിച്ചത്. അങ്ങനെ നമുക്ക് ഈ ഒരു പെരുന്നാളിൽ ഈ ധ്യാനത്തിൻ്റെ ഗുരുവായി നമുക്ക് ഈ ബഹുമാനപ്പെട്ട അച്ഛനെ ലഭിച്ചിരിക്കുന്നു. വലിയ സന്തോഷം അറിയിക്കുകയാണ്. യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലാണ് എല്ലാ വർഷവും പെന്തിക്കോസ്തിയുടെ കാത്തിരിപ്പിൻ്റെ ധ്യാനം ക്രമീകരിച്ചിരിക്കുന്നത്. ഈ വർഷത്തെ ചിന്താവിഷയം സങ്കീർത്തനം 51:12 വാക്യമാണ്. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, മനുഷ്യർക്കുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ എന്നുള്ള ദാവീദിൻ്റെ ആ വലിയൊരു വാക്ക് പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മുടെ ദേവാലയത്തിൽ ഇന്നലെ എത്തി. ഈ ശുശ്രൂഷകൾ ഇന്നത്തെയും നാളത്തെയും ഒരുക്കധ്യാന ശുശ്രൂഷ, അതോടൊപ്പം സമർപ്പണ പ്രാർത്ഥന, മറ്റന്നാളത്തെ പെന്തിക്കോസ്തിയുടെ പ്രധാന ശുശ്രൂഷയിൽ ബഹുമാനപ്പെട്ട അച്ഛനാണ് പ്രധാന കാർമ്മികത്വം വഹിക്കുന്നത്. എല്ലാവരുടെയും നാമത്തിൽ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെ നാമത്തിൽ ബഹുമാനപ്പെട്ട ഈ അച്ഛനെ ദേവാലയത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട എബ്രഹാം കോശി കുന്നുംപുറത്ത് അച്ഛൻ്റെ സാന്നിധ്യവും ഈ ശുശ്രൂഷകളെല്ലാം ഉണ്ട്. കഴിഞ്ഞ ആഴ്ചകൾ അച്ഛൻ ബലിയർപ്പിച്ചു. ഇന്നും അച്ഛൻ്റെ സാന്നിധ്യമുണ്ട്. അച്ഛനും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അറിയിപ്പുകൾ അറിയിക്കാനുള്ളത്, നാളെ പതിവ് പോലെ തന്നെ രാവിലെ 6:30 പ്രഭാത നമസ്കാരത്തെ തുടർന്ന് വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. നാളെ വൈകുന്നേരം 7 മണിക്ക് സന്ധ്യാനമസ്കാരത്തെ തുടർന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ ധ്യാനം നയിക്കുന്നതാണ്. അതേ തുടർന്ന് ഗ്രിഗോറിയൻ പ്രെയർ എന്ന് പറയുമ്പോൾ സമർപ്പണ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ആവശ്യം തന്നെയാണ്. നമ്മുടെ മെമ്പേഴ്സ്, നമ്മൾ ഓരോരുത്തർ അവരുടെ ആവശ്യങ്ങൾ, ഭാരങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ, പ്രത്യേകിച്ച് രോഗത്തിലിരിക്കുന്നവർ, കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസം അനുഭവിക്കുന്നവർ, ജോലിയില്ലാതെ പ്രയാസം അനുഭവിക്കുന്നവർ, കുടുംബ സമാധാനം എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഗ്രിഗോറിയൻ പ്രെയർ അല്ലെങ്കിൽ സമർപ്പണ പ്രാർത്ഥന നാളെ ഇതിന് ശേഷം ഉണ്ടായിരിക്കും. അതിനുശേഷം ഞായറാഴ്ച പെന്തിക്കോസ്തി പെരുന്നാളിൻ്റെ ശുശ്രൂഷ രാവിലെ 6:15 മണിക്കായിരിക്കും. പ്രഭാത നമസ്കാരം നീണ്ട ശുശ്രൂഷ ആയതുകൊണ്ട് പ്രഭാത നമസ്കാരം 6:15 മണിക്കും 7 മണിക്ക് വിശുദ്ധ കുർബാനയും ഞായറാഴ്ച ആരംഭിക്കുന്നതാണ്. അതേ തുടർന്ന് പെന്തിക്കോസ്തി പെരുന്നാളിൻ്റെ ശുശ്രൂഷ ഉണ്ടായിരിക്കും. ഞായറാഴ്ച വൈകുന്നേരം പതിവ് പോലെ തന്നെ 6:30 സന്ധ്യാനമസ്കാരത്തെ തുടർന്ന് വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കുന്നതാണ്. ഈ പെന്തിക്കോസ്തി പെരുന്നാളിലേക്ക് എത്തുവാൻ, ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ ഒരുക്കധനമാണ്. അതിൽ സംബന്ധിച്ച് കൈമുത്ത് ഇതിനു ശേഷമായിരിക്കും. ആശീർവാദം നൽകി കൈമുത്തതിന് ശേഷം വെളിയിൽ നേർച്ച ക്രമീകരിച്ചിട്ടുണ്ട്. അതും കൂടെ ഭക്ഷിച്ച് പോകാവൂ എന്നുള്ള കാര്യം അറിയിക്കുന്നു. വന്യനായ അച്ഛനെ ഈ ശുശ്രൂഷയിൽ ക്ഷണിക്കുന്നു. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ സഹപാഠിയും സുഹൃത്തുമായിരിക്കുന്ന വന്യനായ എബ്രഹാം കോശി അച്ഛൻ, നമ്മുടെ ഇടവകയുടെ വികാരിയായിരിക്കുന്ന വന്യനായ ബിനീഷ് അച്ഛൻ, അസിസ്റ്റൻ്റ് വികാരിയായിരിക്കുന്ന വന്യനായ ജാക്സൺ അച്ഛൻ, പ്രിയമുള്ള മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, പരിശുദ്ധ സഭ 10 ദിവസം പരിശുദ്ധാത്മാവിനു വേണ്ടി കാത്തിരിക്കുവാൻ വേർതിരിച്ചിരിക്കുന്ന സമയമാണല്ലോ. ഈ പവിത്രമായ ദിവസത്തിൽ ദൈവസന്നിധിയിൽ ചേർന്നിരിപ്പാനും ദൈവമുമ്പാകെ ആയിരിക്കാനും ദൈവം തന്നിട്ടുള്ള വലിയ അനുഗ്രഹത്തിനായിട്ട് ആദ്യമായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഞാൻ വളരെ വേഗത്തിൽ നമ്മുടെ വചനങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. വളരെ ചുരുക്കം സമയമാണ് ഇന്ന് ഉള്ളത്. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൽ, ആക്ട്സ് ഓഫ് അപ്പോസിൽസ് ചാപ്റ്റർ 1 വേഴ്സ് 4 and 5, 4ഉം 5ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു. കർത്താവിൽ പ്രിയമുള്ളവരെ, അപ്പോസ്തല പ്രവൃത്തികൾ നമുക്കറിയാം. കർത്താവിൻ്റെ
ഉയർപ്പ് പെരുന്നാളിന് ശേഷമുള്ള കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമാണ് അപ്പോസ്തല പ്രവർത്തികൾ. അത് എഴുതിയിരിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് ശ്ലീഹയാണ്. അതിൻ്റെ ആമുഖത്തിൽ തന്നെ കർത്താവ് ശിഷ്യന്മാരുമായി ചേർന്നിരിക്കുമ്പോൾ അവർക്ക് നൽകുന്ന ഒരു കൽപ്പനയാണ് നമ്മളിപ്പോൾ വായിച്ചത്. നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ഒരു വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം, വാഗ്ദാനം, പ്രോമീസ്. വേദപുസ്തകത്തിൽ ഈ പദം അധിക പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. 120-ൽ കൂടുതൽ പ്രാവശ്യം പ്രോമീസ് എന്നുള്ള വാക്ക് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഹെർബർട്ട് ലോക്കിയർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വേദപുസ്തകത്തിൽ ദൈവം തമ്പുരാൻ തന്നിരിക്കുന്ന വാഗ്ദാനങ്ങളെല്ലാം എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഓൾ ദ പ്രോമിസസ് ഓഫ് ദി ബൈബിൾ എന്ന പുസ്തകത്തിൽ ഏതാണ്ട് 8810 പ്രോമിസസ് അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട്. ഇതിൽ അല്പം കൂടുതലുമുണ്ട്, ചിലപ്പോൾ കുറവുമായിരിക്കാം. എന്നാൽ ഇതിൻ്റെ എണ്ണത്തിലല്ല കാര്യം. എത്ര പ്രോമീസ് ഉണ്ടെങ്കിലും കർത്താവ് പറഞ്ഞ ഒരു വാക്യത്തിൽ ആ വാഗ്ദാനത്തിന് അല്പം വ്യത്യാസം വന്നിട്ടുണ്ട്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 49-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 49-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: എൻ്റെ പിതാവ് വാഗ്ദാനം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. 8000-ത്തിലധികം വാഗ്ദാനമുണ്ടെങ്കിലും ദ പ്രോമീസ് ഓഫ് മൈ ഫാദർ, ദ പ്രോമീസ് എന്നെഴുതിയിരിക്കുന്ന ഒന്നിനേ ഉള്ളൂ. ദ പ്രോമീസ് എന്ന് പറഞ്ഞാൽ അനേക വാഗ്ദാനങ്ങളുണ്ടെങ്കിലും സ്വർഗം ഏറ്റവും വിലയേറിയതും ഏറ്റവും പവിത്രവുമായി കാണുന്ന ഒരു വാഗ്ദാനം, അതിനുവേണ്ടി കാത്തിരിക്കുവാൻ കർത്താവ് ശിഷ്യന്മാരോട് അരുളി ചെയ്യുകയാണ്. വേദപുസ്തകത്തിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് കർത്താവ് അരുളി ചെയ്തിട്ടുള്ള വാഗ്ദാനങ്ങൾ എല്ലാം തന്നെ നിവൃത്തിയായി എന്നുള്ളതാണ്. 2 റെഫറൻസ് ഞാൻ പറയാം. യോശുവയുടെ പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 45-ാമത്തെ വാക്യം: യഹോവയായ ദൈവം ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാവായില്ല, എല്ലാം നിവൃത്തിയായി. ദൈവം അരുളി ചെയ്തിട്ടുള്ള വാഗ്ദാനങ്ങൾ ഒന്നും വൃഥാവാകുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആകയാൽ പ്രിയമുള്ളവരെ, നമ്മളിന്ന് ഇവിടെ ചേർന്നിരിക്കുമ്പോൾ ദൈവം നിശ്ചയമായും എന്നിലും നിങ്ങളിലും പകരുവാനായിട്ട് സ്വർഗം വിലപേറിയതായിട്ട് ഒരുക്കിയിരിക്കുന്ന വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ്. എന്താണ് ഈ പരിശുദ്ധാത്മാവ്? എന്നെ നിങ്ങളെയും വിശുദ്ധിയിലേക്ക് നയിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. അതിൻ്റെ ആവശ്യകത എന്താണെന്ന് അല്പമായി ഈ സന്ധിയിൽ നിങ്ങളുമായിട്ട് പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, അപ്പോസ്തല പ്രവൃത്തികളിൽ കർത്താവ് അരുളി ചെയ്തു, യെരൂശലേമിൽ നിന്ന് നിങ്ങൾ പോകരുത്. യെരൂശലേമും നമ്മുടെ ജീവിതവും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കണം. എന്താണ് യെരൂശലേം? യെരൂശലേം കർത്താവായ യേശു തമ്പുരാൻ സഹനം ഏറ്റെടുത്ത സ്ഥലമാണ് യെരൂശലേം. ഗലീലയിൽ കർത്താവിന് സഹിക്കേണ്ടി വന്നില്ല, നസ്രേത്തിൽ കർത്താവിന് സഹിക്കേണ്ടി വന്നില്ല, ബേത്ലഹേമിൽ സഹിക്കേണ്ടി വന്നില്ല. എന്നാൽ യെരൂശലേമിലാണ് കർത്താവ് പീഡിപ്പിക്കപ്പെട്ടത്. കർത്താവ് മരിച്ചത് യെരൂശലേമിലാണ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റത് യെരൂശലേമിലാണ്. കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, പിതാവിൻ്റെ വാഗ്ദാനം ലഭിക്കണമെങ്കിൽ ഞാൻ സഹനമെടുത്ത സ്ഥലത്ത് തന്നെ ഇരിക്കണം. എന്താണ് ഇന്ന് നമുക്കിതുമായിട്ടൊരു ബന്ധം? എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനേക സഹനങ്ങളുണ്ട്. കുടുംബജീവിതം ചിലപ്പോൾ സഹനമായിരിക്കാം. നീ ജോലി ചെയ്യുന്ന സ്ഥലത്തിൽ സഹനമുണ്ടാകാം. നീ ആയിരിക്കുന്ന സമൂഹത്തിൽ സഹനങ്ങളുണ്ടാകാം. കർത്താവ് പറയുകയാണ്, അവിടെ നിന്ന് ഓടിപ്പോകാൻ നീ ആഗ്രഹിക്കരുത്. എൻ്റെയും നിങ്ങളുടെയും സഹനങ്ങളുടെ മേഖലകളിലാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നത്. ആത്മാവ് വ്യാപരിക്കുന്ന സഹനമുള്ളിടത്താണ്. യൂസേപ്പ്, പഴയ നിയമത്തിലെ യൂസേപ്പ് എന്തെല്ലാം സഹനങ്ങളിലൂടെ പോയി. പൊട്ടക്കിണറും അവൻ കാരാഗ്രഹവും എല്ലാം അനുഭവിച്ചപ്പോൾ ഒരു കാര്യം, ദൈവത്തിൻ്റെ വാഗ്ദാനമായി പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വന്നു.
സഹനമുള്ളിടത്താണ് ആത്മാവുള്ളത്. ആകയാൽ പ്രിയമുള്ളവരെ, നമുക്കെല്ലാം ആഗ്രഹം എന്നാണെന്നറിയോ? സഹനമൊന്നും ഏറ്റെടുക്കാൻ താല്പര്യമില്ല. സഹനമുള്ളിടത്ത് ആത്മാവുണ്ട്. ഞാനൊരു പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുവാനും ധ്യാനം നടത്താനും പോയി. അപ്പോൾ ആ പള്ളിയിലെ വികാരി അച്ഛൻ നാട്ടിൽ നിന്ന് വരണം. ഞാനാണെങ്കിൽ അട്ടപ്പാടിയിൽ നിന്ന് വളരെ നേരത്തെ പോയി. അവിടെ ആ പള്ളിയിൽ അല്പം നേരത്തെ ചെന്ന് അവിടെ ഇരിക്കാമല്ലോ എന്ന് ഓർത്ത് പോയതാണ്. കർത്താവ് പ്രിയമുള്ളവർ, അങ്ങനെ യാത്ര ചെയ്ത് പോകുന്ന വഴിക്ക് ആ വികാരി അച്ഛൻ എന്നെ വിളിച്ച്, അച്ഛാ എവിടെയായി? ഞാൻ പറഞ്ഞു, ഗൂഗിൾ മാപ്പിൽ ഇനി അരമണിക്കൂർ കൂടിയേ ഉള്ളൂ, പള്ളിയിൽ എത്തിച്ചേരും. അപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ നാട്ടിൽ നിന്ന് വരുന്നു, 1 മണിക്കൂർ കൂടെ കഴിഞ്ഞ് ഞാൻ വരത്തുള്ളൂ. അച്ഛൻ ഇത്രയും നേരത്തെ ഇറങ്ങി. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ ആ പള്ളിയിൽ ഇരുന്നോളാം, അവിടെ കുഴപ്പമില്ല. അച്ഛൻ ഞാൻ അടുത്ത വീട്ടിലെ ഒരു പയ്യനോട് പറയാവും, വന്ന് മുറിയൊക്കെ തുറന്നു തരും. ഞാൻ പറഞ്ഞു, അച്ഛാ അവിടെ ബാത്റൂം ഉണ്ടോ? ഉണ്ട്. അപ്പോൾ എനിക്ക് അതൊന്ന് പെട്ടെന്ന് തുറന്നു തരണം, ഞാൻ അങ്ങനെ ഒരു ആവശ്യത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കർത്താവേ പ്രിയമുള്ളവരെ, ഞാൻ ആ ദേവാലയത്തിൽ ചെന്നപ്പോൾ ഒരു പയ്യൻ ഓടി വന്നിട്ട് എനിക്ക് വേണ്ടി റൂമെല്ലാം തുറന്നു തന്നു. ഇപ്പോൾ വരാമെന്നും പറഞ്ഞവൻ പോയി. എനിക്ക് എത്രയും പെട്ടെന്ന് ടോയ്ലറ്റിൽ പോകണം. ഞാൻ ആ ടോയ്ലറ്റിൽ പ്രവേശിച്ചപ്പോൾ അങ്ങോട്ട് കയറാൻ മേല, മുഴുവൻ മാറാല പിടിച്ച് എല്ലാം ചപ്പ് ചവറ് പോലെ വല്ലാത്ത അവസ്ഥയിൽ. ആരും ഉപയോഗിച്ചിട്ടില്ല ആ ബാത്റൂം. അതിലേക്കാണ് പ്രവേശിച്ചത്. അതിൻ്റെ ക്ലോസറ്റിൻ്റെ അടപ്പൊന്ന് പൊക്കിയപ്പോൾ ഒന്നേ ഞാൻ നോക്കിയുള്ളൂ, പിന്നെ നോക്കാൻ പറ്റിയില്ല. കർത്താവ് പ്രിയമുള്ളവരെ, എൻ്റെ എല്ലാ സംഘങ്ങളും അങ്ങ് മാറിപ്പോയി. അതെല്ലാം മാറി, ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്. അങ്ങനെ ഒരു പ്രയാസത്തിൽ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ആരോ പറയുകയാണ്. എന്താണ് പറഞ്ഞതെന്നറിയാമോ? ഈ സഹനം ഏറ്റെടുത്താലേ ആത്മാവ് ഇറങ്ങുകയുള്ളൂ. ആത്മാവ് വ്യാപരിക്കണമെങ്കിൽ ഈ സഹനം ഏറ്റെടുക്കണം. ഞാൻ പെട്ടെന്ന് ഒരു കാര്യം ചെയ്തു. ആ മുറിയെല്ലാം ലോക്കിട്ട് ഈ ബാത്റൂം വൃത്തിയാക്കാൻ തീരുമാനിച്ചു. ഇത് എൻ്റെ ഉള്ളിൽ ഒരു പ്രേരണ വന്നതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിപ്പിച്ച് ഒരു ബാത്റൂം വൃത്തിയാക്കി അതെല്ലാം ക്ലിയറാക്കി ഞാൻ ബാത്റൂമിലൊക്കെ പോയി തിരിച്ച് റെഡിയായിട്ട് പുറത്തിറങ്ങുമ്പോഴാണ് വികാരി അച്ഛൻ വരുന്നത്. അച്ഛൻ വരുന്ന ഉടനെ അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛാ ഇവിടെ ഒന്നിരിക്കുക, എപ്പോൾ വരാമെന്ന് പറയും. ബാത്റൂമിൽ ചെന്നപ്പോൾ എല്ലാം വൃത്തിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛന് സന്തോഷമായ പയ്യും വന്നെല്ലാം വൃത്തിയാക്കിയല്ലോ. എന്നാൽ പ്രിയമുള്ളവരെ, ഈ സഹനം ഞാനിങ്ങനെ വളരെ പ്രയാസത്തിൽ ചെല്ലുമ്പോൾ സ്വീകരിക്കാൻ ആരുമില്ല. ആ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ ആരുമില്ല. സ്വീകരിക്കാവുന്ന അവസ്ഥ ഇങ്ങനെയാണ്. ഇതെല്ലാം കണ്ട് പ്രയാസപ്പെട്ട് നിന്നാൽ ആത്മാവില്ല. എനിക്കൊരു കാര്യം മനസ്സിലായി. അന്ന് ആ ദേവാലയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി. സഹനമുള്ളിടത്താണ് ആത്മാവുള്ളത്. ആകയാൽ നമ്മുടെ കുടുംബത്തിൽ പ്രയാസമുണ്ടാകാം. ആരും ഓടി ഒളിക്കാൻ നോക്കരുത്. പരിശുദ്ധാത്മാവ് വരും. ദ പ്രോമിസ്, എനിക്കും നിങ്ങൾക്കും വേണ്ടി ആത്മാവിനെ തരാമെന്ന് പറഞ്ഞ കർത്താവ് ഇറങ്ങി വരും. നിന്റെ കുടുംബത്തിൽ കർത്താവ് ജീവിക്കും. നീ ആയിരിക്കുന്ന സഹനങ്ങളിൽ ദൈവം എഴുന്നേൽപ്പിക്കും. എവിടെയാണോ തോറ്റുപോയത് അവിടെയാണ് ദൈവത്തിന് എഴുന്നേൽപ്പിക്കാൻ ഇഷ്ടം. നിങ്ങൾക്കറിയാമോ, ഒരു പ്രഭാതത്തിൽ കർത്താവ് വളരെ വേഗത്തിൽ യാത്ര ചെയ്തു. എവിടെയാണെന്നറിയാമോ? ഗലീല കടപ്പുറത്തേക്ക്. കാരണം അവിടെ ഒരു മനുഷ്യൻ ഒരു രാത്രി മുഴുവൻ വല വീശി തോറ്റു കിടക്കുക. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ച ഒന്നുമില്ല, പരാജിതമായൊരു ജീവിതം. ആ മനുഷ്യനെ നമുക്കറിയാം, ശീമോൻ പത്രോസ്. ഗലീല കടലിൻ്റെ എല്ലാം അറിയാവുന്ന ശീമോൻ പത്രോസ്. വല വീശുന്ന കാര്യം അറിയാം. ശീമോൻ പത്രോസ് പ്രഭാതമായപ്പോൾ ചിന്തിച്ചു, ഈ കടല് മാറി തിബിരിയാസിൽ പോയാലോ. വീണ്ടും ചിന്തിച്ചു, ഈ വലയ്ക്കെന്തോ പ്രശ്നമുണ്ട്, വല മാറിയാലോ. ഞാൻ ഉപയോഗിക്കുന്ന പടകിന് പ്രശ്നമുണ്ട്, പടക് മാറിയാലോ. എനിക്ക് നിങ്ങൾക്കും ഇങ്ങനെയൊക്കെയാണ്. ഇതിലൊക്കെ പ്രശ്നമുണ്ടെന്ന് നിങ്ങൾ തോന്നുകയാണ്. നിന്റെ ഗലീല കടൽ, നിന്റെ വല, നിന്റെ പടകൊക്കെ പ്രശ്നമാണ്. ചിലപ്പോൾ ദേഷ്യം വരും, ആ പടക് കൊത്തിക്കീറി വിറക് കഷ്ണമാക്കും. എന്നാൽ പ്രിയമുള്ളവരെ, അതിരാവിലെ യേശുദമ്പുരാൻ നടന്നു. എങ്ങോട്ടാണെന്നറിയാമോ? ഈ ഗലീല കടപ്പുറത്തേക്ക്. തോറ്റുപോയ സ്ഥലത്ത്, നീ പരാജയപ്പെട്ട സ്ഥലത്ത് യേശുദമ്പുരാൻ നടന്നെടുത്തു. എന്തിനാണെന്നറിയാമോ? നീ തോറ്റ സ്ഥലത്ത് തന്നെ നിന്നെ ജയിപ്പിക്കാനാണ് കർത്താവിന് ഇഷ്ടം. തോക്കുന്ന സ്ഥലത്ത്, സഹനമുള്ള സ്ഥലത്ത് തന്നെ ജയിപ്പിക്കാനാണ് ഇഷ്ടം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കർത്താവ് ഇതാ ഗന്നേസരേത്ത് തടാകത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നു. അവിടെ ഒരു പടക് കർത്താവ് കാണിക്കുക. ചോദിച്ചു, ഇങ്ങോട്ട് തരാമോ? ആ പടകൊന്ന് തരാമോ? ആ പടകിൽ കർത്താവ് കയറിയിരുന്നു. ശീമോൻ പത്രോസ് ആ പടകിലിരുന്ന് വചനം കേട്ടുകൊണ്ടിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് ഈ ദേവാലയത്തിൽ വചനത്തിൻ്റെ മുമ്പിലാണ് ഞാനും നിങ്ങളും. വചനം കേൾക്കുമ്പോൾ, വചനം എന്താണെന്നറിയാമോ? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാമത്തെ വാക്യം. വചനം ജീവനും ആത്മാവുമാണ്. ദൈവത്തിൻ്റെ വചനം പരിശുദ്ധാത്മാവാണ്.
ദൈവത്തിൻ്റെ വചനം ചൈതന്യമുള്ളതാണ്. ഇതാ ശീമോൻ പത്രോസ് ആ പടകിലിരുന്ന് വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ദൈവം അവനെ സ്പർശിച്ചുകൊണ്ടിരുന്നു. അവൻ പറയാതെ തന്നെ കർത്താവ് അവനോട് പറയുകയാണ്, ശീമോനെ, നീ എന്ത് ചെയ്യണമെന്നറിയാമോ? ആഴത്തിലേക്ക് വലയിറക്കണം. അപ്പോഴാണ് ശീമോൻ പറയുന്നത്, നാഥാ, ഞാനൊരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നുമില്ലായിരുന്നു, ഒന്നും കിട്ടിയിട്ടില്ല. ചോദിക്കുന്നതിന് മുന്നേ കർത്താവ് ഉത്തരം അരുളി, നീ ആയിരിക്കുന്ന സഹനത്തിൽ നിന്ന് ഓടിപ്പോകരുത്, ആ പടകിൽ തന്നെ ഇരിക്കണം, അവിടെയാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നത്. നീ തോറ്റ സ്ഥലത്ത് ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും, അവിടെയാണ് ദൈവത്തിന് പ്രവർത്തിക്കാനുള്ളത്. ആകയാൽ ഇപ്പോഴനുഭവിക്കുന്ന സഹനങ്ങൾ അത് പരിശുദ്ധാത്മാവ് വരാൻ വേണ്ടിയിട്ടാണെന്ന് വിശ്വസിക്കണം. ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഇടപെടട്ടെ. ഇതാ അവൻ വല ഇറക്കി അത് വലിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു ചിത്രമുണ്ടായി. എന്താണെന്നറിയാമോ? കഴിഞ്ഞ കാലങ്ങളിലെ ജീവിതം തെളിഞ്ഞു വന്നു. ആ ശീമോൻ കർത്താവിനോട് പറയാണ്, കർത്താവേ, പാപിയാണ് ഞാൻ, പാപിയാണ്. എപ്പോഴാണ് ഇത് സംഭവിച്ചത്? ആത്മാവ് വരുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് വന്നാൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം നൽകും. ഒരു ദേവാലയത്തിൽ നിൽക്കുമ്പോൾ അനുതാപത്തിൻ്റെ കണ്ണുനീരുണ്ടാകുന്ന പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ്. ആത്മാവ് വരുമ്പോൾ, ഇതാ ആത്മാവ് വന്നപ്പോൾ പത്രോസ് വിളിച്ചു പറഞ്ഞു, കർത്താവേ, ഞാൻ പാപിയാണ്, എന്നെ വിട്ടുപോകണമേ. ആകയാൽ ഒന്നാമത്തെ ഒരു കാര്യം ഇതാണ്, ആത്മാവ് വരണമോ? നീ ആയിരിക്കുന്ന സഹനങ്ങളിൽ വിശ്വാസത്തോടുകൂടി നിൽക്കുക. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും, അവിടെ വ്യാപരിക്കും. വീണ്ടും അവിടെ കർത്താവ് പറയുകയാണ്, പരിശുദ്ധാത്മാവ് കൊണ്ട് എന്ത് തരും? സ്നാനം. എന്താ തരുന്നത്? സ്നാനം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? സ്നാനം അന്ന് യഹൂദന്മാരുടെ കാലഘട്ടത്തിലുള്ള സ്നാനം എന്ന് പറഞ്ഞാൽ ആ യോർദാൻ നദി മുഴുവനായിട്ട് മുക്കിയെടുക്കുക. പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി നനവ് കിട്ടുന്നതല്ല. പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം എന്ന് പറഞ്ഞാൽ അത് മുഴുവനായി മുക്കിയെടുക്കുകയാണ്. എന്താണ് പരിശുദ്ധ മാമോദീസായി നമുക്ക് ലഭിച്ചത്? പരിശുദ്ധാത്മാവ് തന്നെ. പിന്നെ എന്തിനാണ് ഈ പെന്തിക്കോസ്തി? പരിശുദ്ധാത്മാവ് തന്നെയാണ് മാമോദീസായി ലഭിച്ചത്. പിന്നെ എന്തിനാണ് ഈ പെന്തിക്കോസ്തി? പരിശുദ്ധാത്മാവ്, നിങ്ങൾക്കറിയാം, ഒരു ഗ്ലാസ് വെള്ളം എടുത്താൽ കുളിക്കാൻ പറ്റത്തില്ല. ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുളിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? ഇവിടെയൊക്കെ വെള്ളത്തിൻ്റെ ഷോർട്ടേജ് ആയതുകൊണ്ട് ചിലപ്പോൾ പറ്റുമായിരിക്കും അല്ലേ? വെള്ളത്തിന് കുറവുള്ളത് കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ആർക്കെങ്കിലും കുളിക്കാൻ പറ്റുമോ? ഇല്ല. എന്നാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റും അല്ലേ? കുടിക്കാൻ പറ്റും. രണ്ടും രണ്ടാണ്. പരിശുദ്ധാത്മാവ് മാമോദീസായിലൂടെ നിന്റെ ഉള്ളിലുണ്ട്. പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിലുണ്ട്. കർത്താവ് ശമരിയാക്കാരി സ്ത്രീയോട് പറഞ്ഞു, ഉള്ളിൽ നിന്ന് ഒരു വെള്ളം പുറപ്പെടും. നിനക്ക് പരിശുദ്ധാത്മാവ് മാമോദീസായിൽ ലഭിച്ചതാണ്. അത് ഉള്ളിൽ നിന്ന് പുറപ്പെട്ട് ശരീരം മുഴുവൻ മുങ്ങുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പെന്തിക്കോസ്തി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ശരീരം മുഴുവൻ ആത്മാവിൽ നിറയണം. ഒരു കുളിയാണിത്. പരിശുദ്ധാത്മാവിൽ മുങ്ങുന്ന ഒരു ശരീരമാണ് ദൈവത്തിൻ്റെ ആലയമായി തീരുന്നത്, ദൈവത്തിൻ്റെ പ്രവൃത്തിയുള്ള ശരീരമായി തീരുന്നത്. ആകയാൽ ഇതൊരു സ്നാനമാണ്. യെഹെസ്കേൽ പ്രവചനം 47-ാം അധ്യായം. ആലയത്തിൻ്റെ ഉമ്മരപ്പടിയിൽ നിന്ന് ഒരു വെള്ളം പുറപ്പെട്ടു. ദൈവത്തിൻ്റെ ദൂതൻ വന്ന് പ്രവാചകനെ 1000 അടി മുഴം ഇങ്ങനെ മുന്നോട്ട് അളന്നിട്ട് നടത്തിച്ചു. ആ വെള്ളം അവൻ്റെ നരിയാണിയോളം എത്തി. വീണ്ടും 1000 അടി അളന്നു, നടത്തിച്ചു. വെള്ളം മുട്ടോളം എത്തി. വീണ്ടും 1000 അടി നടത്തിച്ചു. വെള്ളം അരയോളം എത്തി. വീണ്ടും 1000 അടി അളന്ന് മുന്നോട്ട് പോയപ്പോൾ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത വല്ലാത്തൊരു പ്രവാഹമായിട്ട് മാറി. നമ്മളൊക്കെ പാടുമല്ലേ, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ നീരുറവയിന്ന്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് അതിൻ്റെ ഒരു ദർശനമാണ് യെഹെസ്കേൽ പ്രവചനത്തിൽ പറഞ്ഞത്. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്തൊരു പ്രവാഹം നിന്നിലേക്ക് വരണം. ആ പ്രവാഹത്തെക്കുറിച്ച് തുടർന്ന് പറയുകയാണ്, ആ നീരുറവ ഒഴുകുന്ന എല്ലാ സ്ഥലത്തും എല്ലാം പദ്യമായി തീരും എന്ന് പറഞ്ഞാൽ വിഷാംശമെല്ലാം മാറും, എല്ലാ തകർച്ചകളും മാറും. ആ നീരുറവ ഒഴുകുന്ന ഇരു സ്ഥലത്തും വൃക്ഷങ്ങൾ ഓരോ മാസവും ഓരോ ഫലം. നിങ്ങൾ നോക്കിക്കേ, ഓരോ മാസവും ഓരോ ഫലം. ഈ മാസം ഉണ്ടായ ഫലമല്ല അടുത്ത മാസം. അതിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. സ്നേഹം, സന്തോഷം,
സമാധാനം. ഇന്ന് വേണ്ടിയത് എന്താണെന്നറിയാമോ? ഇന്ന് ചിലപ്പോൾ ദേഷ്യമായിരുന്നു. ആ ദേഷ്യത്തിൻ്റെ സ്ഥലത്ത് സ്നേഹം കൊടുക്കണം, സ്നേഹം കൊടുക്കണം. ചിലയിടത്ത് ക്ഷമ കൊടുക്കണം. ഓരോ മാസവും വിവിധ ഫലങ്ങൾ പുറപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തിലേക്ക് നയിക്കുന്നതാണ് ഈ പെന്തിക്കോസ്തി. ആത്മാവെന്ന വാക്ക് വേദപുസ്തകത്തിൽ ആദ്യം വന്നത് എവിടെയാണെന്നറിയാമോ? ആത്മാവെന്ന വാക്ക് വേദപുസ്തകത്തിൽ ആദ്യം വന്നത് എവിടെയാണെന്നറിയാമോ? എവിടെയാണ്? ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വളരെ മനോഹരമായൊരു വാക്യമാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അടുത്തത് എന്താണെന്നറിയാമോ? ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. അടുത്തത് ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെള്ളത്തിന്മീതെ എന്ത് ടെൻസാണ് ഉപയോഗിച്ചെന്ന് പറയാമോ? പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഏത് ടെൻസാണെന്നറിയാമോ? പരിവർത്തിച്ചു കൊണ്ടിരുന്നു. എന്തായിരുന്നു? അതിൻ്റെ അകത്തൊരു കണ്ടിന്യൂറ്റി ഉണ്ടല്ലേ? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. നിങ്ങൾ നോക്കണേ, ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു എന്നല്ല. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. ആത്മാവ് പരിവർത്തിച്ച സ്ഥലത്ത്, ആത്മാവ് പരിവർത്തിക്കുന്ന സ്ഥലത്തിൽ ദൈവവചനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഈ ദേവാലയത്തിൽ പ്രിയമുള്ളവരെ, ഞാൻ എത്ര ശബ്ദമുയർത്തി പ്രസംഗിച്ചാൽ ഒരു കാര്യവുമില്ല. ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നാൽ വചനം പ്രവർത്തിക്കും. ആത്മാവ് പരിവർത്തിക്കണം. ഓരോ ബലിയർപ്പണത്തിലും പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചാൽ അവിടെയെല്ലാം ചില ചലനങ്ങളുണ്ടാകും. അതുകൊണ്ട് പാഴും ശൂന്യമായ ജീവിതം അത് അർത്ഥമുള്ളതായി തീരണമെങ്കിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചേ മതിയാകും. പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്നിടത്തെല്ലാം ചില സൃഷ്ടികർമ്മങ്ങൾ നടക്കും, പുതുതായി തീരും. ഇതാ ശൂന്യവും പാഴുമായ ഭൂമി എത്ര മനോഹരമായി, എത്ര വൈവിധ്യമാർന്നു. ഈ ജീവിതം മനോഹരമാകണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ കിട്ടണം. പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്നിടത്താണ് ദൈവവചനം പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്കറിയാമോ? പരിശുദ്ധാത്മാവ് ഇറങ്ങുന്ന സ്ഥലത്ത് ഒരു വചനം വായിച്ചാൽ തന്നെ പ്രവർത്തിക്കും. ദൈവം ഇടപെടും, ദൈവം വ്യാപരിക്കും, ദൈവം ഇടപെടും. എന്നെ ഒരു അച്ഛന് ഒരു പെരുന്നാൾ കഴിഞ്ഞപ്പോൾ, നവംബറിൽ ഒരു പെരുന്നാൾ, പെരുമല തിരുമേനിയുടെ പെരുന്നാളാണ്. അന്ന് സന്ധ്യാനമസ്കാരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു വെച്ചാൽ നമുക്ക് ഭക്ഷണം ഒരു വീട്ടിലാണ്. കാരണം ആ വീട്ടുകാരെല്ലാം പാട്ടുകാരാണ്. നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അച്ഛനും സന്തോഷമാണ്. നല്ല പാട്ടൊക്കെ പാടുന്ന ഒരു വീട്. അങ്ങനെ പോകാമെന്ന് പറഞ്ഞ് ആ വീട്ടിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടുത്തെ അപ്പച്ചൻ നല്ല പാട്ടുകാരൻ, അമ്മച്ചി പാട്ടുകാരി, പിന്നെ 2 ആൺമക്കളാണ് നല്ല പാട്ടുകാരൻ, ഗിറ്റാറിസ്റ്റ്, വയലിനിസ്റ്റ്, എല്ലാവരും മരുമക്കളെല്ലാം ഇങ്ങനത്തെ ആൾക്കാരാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് വളരെ സന്തോഷം തോന്നിയത്. യേശുദാസിൻ്റെ ഒക്കെ ഫോട്ടോ ഇരിക്കുക. ആ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടെ ചേർന്നൊരു പാട്ട്, ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്ദദായകം. എനിക്ക് വളരെ സന്തോഷം തോന്നി. എല്ലാം മ്യൂസിക് വിട്ടിങ്ങനെ പാടുകയാണ്. അങ്ങനെ പാടി അവരെല്ലാവരും ചേർന്ന് നിന്നപ്പോൾ ഞാനിങ്ങനെ സംശയിച്ചു, ഇവിടുത്തെ കൊച്ചുപിള്ളേരൊക്കെ എവിടെ പോയി? ഈ അപ്പച്ചനും അമ്മച്ചിയും മകനും മരുമകളും ഒക്കെ ഉള്ളല്ലോ, കൊച്ചുപിള്ളേരെല്ലാം എവിടെ പോയി? അപ്പോൾ ഈ പാട്ട് തീർന്ന ഉടനെ ഞാൻ ചോദിച്ചു, പിള്ളേരൊക്കെ എന്തിയെന്ന് ചോദിച്ചു. എൻ്റെ പ്രിയമുള്ളവരെ, എല്ലാം സൈലൻ്റായി, ആകെ സൈലൻ്റ്. പെട്ടെന്ന് ശ്മശാന മൂകത. എന്നെ കൊണ്ടുപോയ അച്ഛൻ പതുക്കെ ഒരു ചവിട്ട് തന്നെനിക്ക്. എൻ്റെ കാലിൽ ഒരു ചവിട്ട്. ഇനി അധികം വാ പൊളിക്കണ്ട, ചോദിക്കണ്ടെന്നു. അപ്പോഴേ എനിക്ക് അപകടം മനസ്സിലായി, ഈ പ്രശ്നമാണല്ലോ. അപ്പോൾ അവിടുത്തെ ആ മൂത്ത മോൻ പറഞ്ഞ, അച്ഛാ കല്യാണം കഴിഞ്ഞു, 15 വർഷമൊക്കെ കഴിഞ്ഞെങ്കിലും ഞങ്ങൾക്ക് മക്കളില്ല, പക്ഷെ ഞങ്ങൾ സന്തോഷത്തിലാണ്. ഞങ്ങളെങ്ങനെയാണ്? സന്തോഷത്തിലാണ്. ദാ കൊച്ചുമകൻ കല്യാണം കഴിഞ്ഞു, മക്കളില്ല. പ്രിയമുള്ളവരെ, പ്രയാസമായി. ഇനി ആ വീട്ടിൽ നിന്ന് എങ്ങനെ ഭക്ഷണം കഴിക്കാൻ പറ്റും? വല്ലാത്ത അസ്വസ്ഥത, വല്ലാത്തൊരു പ്രയാസം. എന്നെ കൊണ്ടുപോയി വികാരി അച്ഛൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിച്ചിട്ട് കഴിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കാൻ നിന്നപ്പോൾ എനിക്ക് വളരെ പ്രയാസം തോന്നി. ദൈവമേ, ഞാൻ ഒരു അസ്ഥാനത്താണല്ലോ ഈ ചോദ്യം അങ്ങ് ചോദിച്ചത്. വലിയൊരു പ്രയാസം. എന്നാലും പ്രിയമുള്ളവർ, ഞാൻ അവിടെ ഇരുന്ന ഒരു വേദപുസ്തകം, വളരെ ഒത്തിരി പഴയ ഒരു വേദപുസ്തകം, അത് എടുത്തു.
അത് തുറന്ന സമയത്ത് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. എനിക്ക് വലിയ സന്തോഷം, വലിയ ആനന്ദം തോന്നി. എന്താണെന്നറിയാമോ? ഞാൻ കാണുന്ന വാക്യം എങ്ങനെയാണ്? ഞാൻ നിങ്ങളെ മക്കളില്ലാത്തവരാക്കില്ല. ഞാൻ നിങ്ങളെ മക്കൾ ഇല്ലാത്തവരാക്കില്ല. അടുത്ത വാക്യം എന്നാണെന്നറിയാമോ? ജാതികളുടെ നിന്ന അനുഭവിക്കത്തില്ല. ജാതികളുടെ നിന്ന അനുഭവിക്കത്തില്ല. ആരാണ് പറയുന്നത്? യഹോവയായ ഞാൻ. നമ്മളിപ്പോൾ കേട്ട വചനം എന്താണെന്നറിയാമോ? ആത്മാവ് പരിവർത്തിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ വചനം എന്തു ചെയ്യും? പ്രവർത്തിക്കും. എഹെസ്കേലിൻ്റെ പ്രവചനം 36-ാം അധ്യായം, ബുക്ക് ഓഫ് എസക്കിയേൽ ചാപ്റ്റർ 36 വേഴ്സ് 15. ഞാൻ ഇനി നിന്നെ ജാതികളുടെ നിന്ന് കേൾപ്പിക്കില്ല, വംശങ്ങളുടെ അപമാനം നീ ഇനി വഹിക്കത്തില്ല, നീ ഇനി എൻ്റെ ജനത്തെ മക്കളില്ലാത്തവരാക്കില്ല. ഇത് ദൈവം അരുളി ചെയ്തതാണ്. ഈ വചനം ശൂന്യവും പാഴുമായിരുന്നിടത്ത് ആത്മാവ് പരിവർത്തിക്കുമ്പോൾ സൃഷ്ടിയുണ്ടാകും. ഈ വചനം ജീവിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ ആ വികാരി അച്ഛനോട് പറഞ്ഞ, അച്ഛാ എനിക്ക് സന്തോഷമുണ്ട്. ഈ വാക്ക് കർത്താവ് പറയുകയാണ്, ഇനി മക്കളില്ലാത്തവരാക്കില്ല. ഇനി ഞാൻ നിങ്ങളെ മക്കളില്ലാത്തവരാക്കില്ല. ഈ വചനം പ്രവർത്തിക്കും. ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? ആത്മാവിനെ തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ആ വചനം ആ വീട്ടുകാരോട് പറഞ്ഞ്, ഇത് നിങ്ങൾ എല്ലാ ദിവസവും ചൊല്ല്, ഈ വചനം എല്ലാ ദിവസവും ചൊല്ല്. എനിക്ക് വലിയ സന്തോഷം തോന്നിയ ഒരു കാര്യമുണ്ട്. അടുത്ത വർഷത്തിൽ ഞാൻ എവിടെയെങ്ങും ഇല്ല. പഴയ വികാരി അച്ഛൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, അച്ഛാ ഈ സമയം ഓർക്കുന്നുണ്ടോ? പരിമനത്തിനുവേണ്ട പെരുന്നാൾ വരികയാണ്. പെരുന്നാൾ ആരാ ഞങ്ങൾക്ക് ഏറ്റു നടത്തുന്നതെന്ന് അച്ഛൻ അറിയാവോ? ഞാൻ പറഞ്ഞു, എനിക്കൊന്നും അറിയത്തില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ കഴിഞ്ഞ വർഷം ഭക്ഷണം കഴിച്ച വീട് ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു, ഓർമ്മയുണ്ടോ? എന്ന് നല്ല ചവിട്ടായിരുന്നു, 1-ാം തരം ചവിട്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, മറന്നിട്ടില്ല. എന്നാൽ അച്ഛാ ആ വീട്ടിലെ കൊച്ചിൻ്റെ മാമോദീസ ഉൾപ്പെടെയാണ് ആ പെരുന്നാൾ അവരാണ് നടത്തുന്നത്. ഞാൻ പറഞ്ഞു, അച്ഛൻ ഇതൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അവരൊരു കാര്യം പറഞ്ഞു, ഒരു കൊച്ച് ജനിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരോടും പറഞ്ഞാൽ മതി. കർത്താവ് പ്രിയമുള്ളവർ, ഈ വചനം പ്രവർത്തിച്ച് കണ്ടോ? അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത്, പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ ശബ്ദം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ദൈവശബ്ദം വ്യാപരിക്കും. ശൂന്യവും പാഴുമാണെന്ന് പറഞ്ഞ് ആരും പ്രയാസപ്പെടരുത്. പരിശുദ്ധ അമ്മ ചോദിച്ചു, എന്താ ചോദിച്ചെന്നറിയാമോ? ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ സംഭവിക്കും? സ്വർഗത്തിൻ്റെ ഉത്തരം എന്താണെന്നറിയാമോ? എങ്ങനെ സംഭവിക്കും എന്നുള്ളതിൻ്റെ ഉത്തരം എന്താണ്? എന്താ ഈ ചോദിച്ചെന്നറിയാമോ? ഒരു പുത്രൻ ഉണ്ടാകും, നീ പ്രസവിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു, പുരുഷനെ അറിഞ്ഞിട്ടില്ല, എങ്ങനെ സംഭവിക്കും? സ്വർഗത്തിൻ്റെ ഉത്തരം ശ്രദ്ധിച്ച്, സ്വർഗം ഇങ്ങനെയാണ് പറഞ്ഞത്. നമുക്ക് വായിക്കാം. സെന്റ് ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സ് 35. ദൂതൻ അവളോട്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ശൂന്യവും പാഴുമായിരുന്നെന്ന് പറഞ്ഞെടുത്ത്, ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞെടുത്ത് എന്താ പറഞ്ഞതെന്നറിയാമോ? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, നീ ഗർഭം ധരിക്കും. നടക്കില്ല എന്ന് പറഞ്ഞെടുത്തൊക്കെ ആത്മാവ് വന്നാൽ എന്തു ചെയ്യും? നടക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഒന്ന് പറയാമോ? പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും. പറയാമോ? ആ ഒരു ജീവനില്ല കേട്ടോ. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും. ഇച്ചിരൂടെ നന്നായിട്ടൊന്ന് പറഞ്ഞാൽ വരും. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും. ഉറപ്പുണ്ടോ? ഇത് ഉറച്ചു കഴിഞ്ഞാൽ വരും. എന്നാന്നറിയാമോ? കർത്താവ് പറഞ്ഞത് ഇതാണ്, അപ്പവും മീനും മുട്ടയും ചോദിക്കരുത്. ഏത് ചോദിക്കരുത്? അപ്പം, മീൻ, മുട്ട ചോദിക്കണ്ട. ഇവിടെ വന്നിരിക്കുന്ന പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന, കർത്താവേ ഇച്ചിരൂടെ നല്ല ജോലി, ഇച്ചിരൂടെ നല്ല സ്ഥലം, ഇതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, ഇതല്ല ചോദിക്കേണ്ടത്. അപ്പവും മീനും മുട്ടയല്ല ചോദിക്കുന്നുണ്ടത്. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ പ്രാർത്ഥിപ്പിക്കാൻ പഠിപ്പിച്ചു കർത്താവ്. കർത്താവ് പറഞ്ഞു, അപ്പവും മീനും മുട്ടയല്ല ചോദിക്കേണ്ടത്. 11-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, സ്വർഗസ്ഥനായ പിതാവിനോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. എന്താ ചോദിക്കേണ്ടത്? ജോലിയല്ല ചോദിക്കേണ്ടത്, സമാധാനം ഇതൊന്നും ചോദിക്കണ്ട. എന്താ ചോദിക്കേണ്ടത്? പരിശുദ്ധാത്മാവിനെ ചോദിച്ചാൽ എത്രയധികം? പരിശുദ്ധാത്മാവിനെ ചോദിക്കണം. കർത്താവിൻ്റെ വാഗ്ദാനം ഇതാണ്, ചോദിച്ചാൽ എത്ര അധികം തരും. അതുകൊണ്ട് എന്നാ പറയേണ്ടത്? എൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വരും. പറഞ്ഞേ, എൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വരും. പറഞ്ഞു, പരിശുദ്ധാത്മാവ്
വരും, ഉറപ്പ് വേണം. അത്യുന്നതന്റെ ശക്തി, ഒന്ന് പറഞ്ഞേ, അത്യുന്നതന്റെ ശക്തി എൻ്റെ മേ നിഴലിടും. ഇത് വിശ്വസിച്ച പ്രിയമുള്ളവരെ, ആത്മാവ് വരും. ആത്മാവ് വരുന്നത് എന്തിനാണെന്ന് നമ്മൾ നാളത്തെ ദിവസം പറയുന്നതായിരിക്കും. പരിശുദ്ധാത്മാവ് വന്നോ? വ്യത്യാസമുണ്ട്. പരിശുദ്ധാത്മാവ് വന്നാൽ എന്താ വ്യത്യാസം എന്നറിയാമോ? പരിശുദ്ധാത്മാവ് വന്നുള്ള വ്യത്യാസം ഇതാണ്. കർത്താവ് മോശയെ വിളിച്ചു. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം, എക്സോഡസ് ചാപ്റ്റർ 25-ൽ ഇങ്ങനെയാണ് പറയുന്നത്. മോശ സീനായി പർവ്വതത്തിൽ പ്രവേശിച്ചു. അതിൻ്റെ മുകളിലിരുന്നപ്പോൾ ദൈവം മോശയോട് പറയുകയാണ്, മോശേ, എനിക്ക് ഈ ജനത്തിൻ്റെ ഇടയിൽ താമസിക്കണം. എനിക്ക് ഈ ജനത്തിൻ്റെ ഇടയിൽ എന്ത് ചെയ്യണം? താമസിക്കണം. അതിനെന്ത് ചെയ്യുകയെന്നറിയാമോ? ഞാനൊരു വിശുദ്ധ ആലയത്തിൻ്റെ മാതൃക കാണിക്കും. ഞാനൊരു വിശുദ്ധ ആലയത്തിൻ്റെ മാതൃക, ഒരു ദേവാലയത്തിൻ്റെ മാതൃക കാണിക്കും. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 6, 7, 8, 9 വാക്യങ്ങൾ. ഞാനൊരു വിശുദ്ധ ആലയത്തിൻ്റെ മാതൃക കാണിക്കും, അതുപോലെ നീ പണിയണം. അങ്ങനെ പണിയുമ്പോൾ ഞാൻ അതിൽ വസിക്കും. കർത്താവേ, പ്രിയമുള്ളവരെ, ആ മലമുകളിൽ മോശയ്ക്ക് ഈ മാതൃകയെല്ലാം അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. ദൈവം ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. മലയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ മോശയ്ക്ക് മനസ്സിലെ മാതൃകയുള്ളൂ. ഇത് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കും? ഇന്നാണെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറും പരിപാടിയൊക്കെ ഉണ്ടല്ലേ. അന്നതൊന്നുമില്ല. മോശയുടെ മനസ്സിൽ ഈ മാതൃക, ദൈവം കാണിച്ചു കൊടുത്ത ആലയത്തിൻ്റെ മാതൃക മനസ്സിൽ കിടക്കുകയാണ്. ഇതുണ്ടാക്കാൻ മോശയ്ക്കറിയത്തില്ല. ഉണ്ടാക്കാനുള്ള പണിക്കാരുണ്ട്, അവർക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല. പ്രശ്നമായി. ദൈവം മോശയോട് പറഞ്ഞു, മോശേ, നിന്റെ മുഖം ഇങ്ങനെ വാടേണ്ട, പ്രയാസപ്പെടേണ്ട. നീ എന്ത് ചെയ്യണമെന്നറിയാമോ? ഞാൻ പറയുന്ന മനുഷ്യരെ വിളിച്ചോളൂ. പുറപ്പാട് പുസ്തകം 31-ാം അധ്യായത്തിൽ ഇതാ യേഹൂ ഗോത്രത്തിൽപ്പെട്ട ബെസലേൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ വിളിച്ചു. ബെസലേൽ. രണ്ടാമത് ഒഹലിയാബ് എന്ന് പറയുന്ന മറ്റൊരു മനുഷ്യനെ വിളിച്ചു. ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. 31-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. ദൈവം കാണിച്ചു കൊടുത്ത മാതൃകയിൽ ദേവാലയം പണിയുവാൻ തക്കവണ്ണം ദിവ്യാത്മാവിനെ അവരുടെ ഉള്ളിൽ കൊടുത്തു. എന്നാ കൊടുത്തത്? ദിവ്യാത്മാവിനെ ഉള്ളിൽ കൊടുത്തു. ഇനി സംഭവിക്കുന്നത് എന്നാണെന്നറിയാമോ? ഇനി നമ്മൾ സംഭവിക്കുന്നത് ഇച്ചിരൂടെ അപ്പുറത്തുണ്ട്. 35-ാം അധ്യായത്തിൻ്റെ 34, 35 വാക്യങ്ങൾ. 35-ാം അധ്യായത്തിൻ്റെ 34, 35 വാക്യങ്ങൾ. ദൈവം സങ്കൽപ്പിച്ചത്, കേട്ടോ, ദൈവം സങ്കൽപ്പിച്ചത് മനസ്സിൽ തെളിഞ്ഞു കണ്ടു. ഇത് ശ്രദ്ധിക്കണം. ദൈവം സങ്കൽപ്പിച്ചത് ഇതാ മനസ്സിൽ തെളിഞ്ഞു കണ്ടു. ദൈവം സ്വപ്നം കണ്ടത് ബെസലേലിൻ്റെയും ഒഹലിയാബിൻ്റെയും ഹൃദയത്തിൽ തെളിഞ്ഞു വരികയാണ്. കണ്ടോ? ദൈവത്തിന് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും സ്വപ്നങ്ങളുണ്ട്. ഒരു കുടുംബം തന്നപ്പോൾ സ്വപ്നമുണ്ട്. ദൈവത്തിൻ്റെ സ്വപ്നം മനസ്സിൽ തെളിഞ്ഞു കാണണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. കണ്ടോ? ഒഹലിയാബും ബെസലേലും ദൈവത്തിൻ്റെ മാതൃക മനസ്സിൽ തെളിഞ്ഞു വരികയാണ്. മോശ പറഞ്ഞു കൊടുക്കുന്നു, ഖദിരമരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കണം. എങ്ങനെ ഉണ്ടാക്കണം അറിയത്തില്ല. ഉടനെ ആ രൂപം മനസ്സിൽ തെളിഞ്ഞു വരുന്നു. ദൈവം കണ്ടതിനെ, സഭ പണിയാൻ വേണ്ടി ദൈവം കണ്ടതിനെ ആത്മാവ് വന്നപ്പോൾ ഹൃദയത്തിൽ കണ്ടു അവർ. ഇന്ന് ഈ സഭയിൽ ആവശ്യം എന്താണെന്നറിയാമോ? സഭ പണിയാൻ വേണ്ടി സ്വർഗത്തിൽ സ്വപ്നം കണ്ടത് ഹൃദയത്തിൽ കാണാൻ കഴിയുന്ന ആത്മാവുള്ളവരുണ്ടാകണം. പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ, ആത്മാവുള്ളവരുണ്ടാകണം. എന്നാലേ സഭ പണിയത്തുള്ളൂ. ആത്മാവുള്ളവർ കുടുംബത്തിൽ വരണം. കുടുംബജീവിതം നയിക്കുമ്പോൾ ദൈവം സ്വപ്നം കണ്ട ഒരു കാര്യമുണ്ട്. ഈ കുടുംബത്തിൽ എന്ത് വേണമെന്ന് കാണാൻ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ ഹൃദയത്തിൽ തെളിയും, ഹൃദയത്തിൽ കാണാൻ തുടങ്ങും. എന്തിന് നിന്നെ ഈ ദേശത്ത് കൊണ്ടുവന്നു, ഇവിടെ കൊണ്ടുവന്നു? ദൈവത്തിന് പദ്ധതിയുണ്ട്, വെറുതെ കൊണ്ടുവരത്തില്ല. ഇവിടെ കൊണ്ടുവന്നത് എന്തിനാണെന്ന് ദൈവത്തിന് പദ്ധതി. ഞാനിവിടെ ഇരിക്കുമ്പോൾ ഒരു പുസ്തകം വായിച്ച് വളരെ പ്രയാസപ്പെട്ടു. യെഹെസ്കേൽ പ്രവചനം 36-ാം അധ്യായം വായിച്ചു. ദൈവം പറയാണ്, എടാ, നിന്നെ ഞാൻ സ്വപ്നം കണ്ടാടാ കൊണ്ടുവന്നത്. വിജാതികൾ താമസിക്കുന്ന സ്ഥലത്ത്
നിന്നെ ആ സ്വപ്നം കൊണ്ടുവന്നിവിടെ വളരെ പ്രതീക്ഷയോടുകൂടി കൊണ്ടുവന്നു. പക്ഷെ നീ എന്നാ ചെയ്തെന്നറിയാമോ? എൻ്റെ വിശുദ്ധ നാമം ഈ ജാതിയുടെ മുമ്പിൽ മലിനമാക്കി. യേശുവിൻ്റെ പരിശുദ്ധ നാമം ധരിച്ച നീ നിന്റെ പ്രവൃത്തി കൊണ്ട്, നിന്റെ ഇടപെടലുകൾ കൊണ്ട്, നിന്റെ സംസാരങ്ങൾ കൊണ്ട്, നിന്റെ വ്യാപാരങ്ങൾ കൊണ്ട് എൻ്റെ പരിശുദ്ധ നാമത്തെ മോശമാക്കിയില്ലേ? എന്താ ഇങ്ങനെ സംഭവിച്ചതെന്നറിയാമോ? ദൈവം കൊണ്ടുവന്നത് എന്തിനാണെന്ന് സ്വപ്നം കാണാൻ പറ്റുന്നില്ല നമുക്ക്. അതുകൊണ്ടായി പറ്റിയത്. ദൈവം പറയുന്നു, എനിക്ക് സങ്കടമുണ്ട് കേട്ടോ, നീ ഇതുപോലെ എൻ്റെ നാമം മലിനമാക്കിയത് ഓർത്ത് സങ്കടമുണ്ട്. എന്നിട്ട് ദൈവം പറയാണ്, പരിഹാരമുണ്ട്, ആത്മാവിനെ തരും ഞാൻ. ആത്മാവിനെ തന്നാലേ ദൈവം എന്തിനിങ്ങോട്ട് കൊണ്ടുവന്നെന്ന് നിനക്കറിയാൻ പറ്റുകയുള്ളൂ. പരിശുദ്ധാത്മാവ്. ഞാൻ എൻ്റെ സമയം കഴിഞ്ഞു. കർത്താവേ, പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് വേണം നമുക്ക്. ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആത്മാവില്ലാതെ ഈ ജീവിതം മുന്നോട്ട് പോയാൽ പാഴും ശൂന്യവുമാകും. ആത്മാവില്ലാതെ ഈ ജീവിതം മുന്നോട്ട് പോയാൽ നീ പരാതി പറയും. സഹനമാണെന്ന് പറഞ്ഞുകൊണ്ട്, യെരൂശലേമാണെന്ന് പറഞ്ഞുകൊണ്ട് നീ പലതും വിട്ടോടും. ഈ ജീവിത പങ്കാളി വേണ്ട, ഈ കുടുംബം വേണ്ട, പലതും നീ പറഞ്ഞുകൊണ്ടിരിക്കും. ആത്മാവില്ലാത്തതിൻ്റെ പ്രശ്നമാണ്. ആത്മാവില്ലെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവം സ്വപ്നം കണ്ടതൊന്നും ജീവിതത്തിൽ നിറവേറുകയില്ല. ആകയാൽ പരിശുദ്ധാത്മാവ് വേണം. ആത്മാവിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. ദൈവത്തോട് പറയണം, കർത്താവേ, നീ പറഞ്ഞിട്ടില്ലേ പരിശുദ്ധാത്മാവിനെ തരാമെന്ന്? നീ വാഗ്ദാനം ചെയ്തിട്ടില്ലേ ആത്മാവിനെ തരാമെന്ന്? തരണമേ. ചോദിച്ചാൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 35-ാം വാക്യം. എന്താണെന്നറിയാമോ? ആത്മാവിനെ അളവ് കൂടാതെയല്ലേ കൊടുക്കുന്നത്. 5 കിലോ 10 കിലോ ഒന്നുമല്ല. ആത്മാവിനെ ചോദിച്ചാൽ അളവ് കൂടാതെ ദൈവം തരും. ഈ രാത്രിയിൽ പ്രിയമുള്ളവരെ, ഏതെങ്കിലും വിധത്തിലുള്ള അസ്വസ്ഥതകൾ നമുക്കുണ്ടോ? പരിഹാരം ഇത്രയേ ഉള്ളൂ. അപ്പവും മീനും മുട്ടയൊന്നുമല്ല ചോദിക്കേണ്ടത്. എന്താ ചോദിക്കേണ്ടത്? ആത്മാവിനെ ചോദിക്കണം, അല്ലേ? ആത്മാവിനെ ചോദിക്കണം. നമുക്ക് ഒരു നിമിഷം കണ്ണടയ്ക്കാം. കർത്താവ് ഈ സന്ധിയിൽ നമ്മളോട് ആഴത്തിൽ ഇടപെടട്ടെ. പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കാം. കണ്ണുകളടച്ച് ഈ ദേവാലയത്തിലിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിക്കട്ടെ. എൻ്റെ ദൈവമേ, എത്ര സ്വപ്നം കണ്ടാണ് നീ എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. ഒരു കുടുംബം തന്നു, ഒരു ജോലി തന്നു, ഞാൻ പോലും സ്വപ്നം കാണാത്തൊരു സ്ഥലത്തന്നെ നീ കൊണ്ടുവന്നാക്കി. എന്തിനാണ് ദൈവമേ എന്നെ നീ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്? ആ ദൈവത്തിൻ്റെ സങ്കല്പങ്ങൾ, ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ എൻ്റെ മനസ്സിൽ തെളിയണമെങ്കിൽ ആത്മാവ് വേണം. ഞാൻ പലവട്ടം ഈ ജീവിതത്തെ പഴിച്ചിട്ടുണ്ട്. എനിക്ക് മാത്രം ഇങ്ങനെ ഒരു ദുരിതം, എനിക്ക് മാത്രം ഇങ്ങനെ ഒരു സഹനം, എൻ്റെ കുടുംബം മാത്രം ഇങ്ങനെ. കർത്താവ് പറയാണ്, മകനെ, മകളെ, യെരൂശലേം വിട്ടു പോകരുത്. ഞാനാണ് നിനക്കിത് തന്നിരിക്കുന്നത്. ഈ ഗലീലാക്കടലിൽ ഗന്നേസരത്ത് തടാക തീരത്ത് ഒന്നും കിട്ടാതിരുന്നത് കണ്ടുകൊണ്ടിരുന്ന ഒരു കർത്താവുണ്ട്. നിന്റെ പടകിൽ വരാൻ അവൻ കൊതിക്കുകയാണ്. ഈ ആലയത്തിലിരിക്കുമ്പോൾ അല്പസമയം പടകൊന്നു കൊടുക്കാമോ? കർത്താവ് ആ പടകിലിരിക്കും. ജീവൻ്റെ വചനങ്ങൾ പകരും. കർത്താവിലേക്ക് മാത്രം നോക്കുന്നവർ പ്രകാശിതരാകും, ലജ്ജിക്കില്ല. കർത്താവ് ശീമോനോട് പറഞ്ഞു, നീ തോറ്റ ഈ സ്ഥലത്ത് നിന്നെ ഞാൻ ജയിപ്പിക്കും, നിന്നെ ഞാൻ എഴുന്നേൽപ്പിക്കും. ഇവിടെ തന്നെ നീ വല വീശിയെടുത്ത് തന്നെ നിന്നെ ഞാൻ പെരുത്ത മീൻകൂട്ടത്തിൻ്റെ ഉടമസ്ഥനാക്കി മാറ്റും. ഓ ദൈവമേ, ആത്മാവിനെ പകരണമേ. ശൂന്യവും പാഴുമായ ജീവിതങ്ങളുണ്ട്. എന്തു ചെയ്തിട്ടും പ്രയോജനമില്ല, ഒന്നും ശരിയാകുന്നില്ല. ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരിക്കണം. പ്രാർത്ഥിക്കേണ്ടത് ആത്മാവിന് വേണ്ടിയാണ്. മോശ സഭ പണിയുന്ന ചിത്രം കണ്ടു, പക്ഷേ പറഞ്ഞു കൊടുക്കാൻ അറിഞ്ഞില്ല. മോശ പ്രയാസപ്പെട്ടപ്പോൾ ദൈവം പറഞ്ഞു, മോശയെ ഭാരപ്പെടരുത്. എൻ്റെ ദിവ്യ ആത്മാവ് ആരുടെ ഉള്ളിലൊക്കെ വരുന്നുണ്ടോ അവർക്ക് നിൻ്റെ മനസ്സിലുള്ളതെല്ലാം ഞാൻ കാണിച്ചു തന്ന എല്ലാം കാണാനുള്ള കൃപ ലഭിക്കും. സ്വർഗത്തിൻ്റെ സ്വപ്നം എന്തെന്ന് കാണാൻ കഴിയും. ദൈവമേ, ഇന്ന് ഈ ആലയത്തിലിരിക്കുമ്പോൾ ഞങ്ങളുടെ മേൽ ആത്മാവിനെ തരണമേ, പരിശുദ്ധാത്മാവിനെ തരണമേ. അങ്ങ് വാഗ്ദാനം ചെയ്തല്ലോ,
സ്വർഗസ്ഥനായ പിതാവിനോട് യാചിക്കുന്നവർക്ക് ആത്മാവിനെ എത്രയധികമായി നൽകുമെന്ന്. ആ വാഗ്ദാനം ഇന്ന് ഞങ്ങളെ നിറവേറ്റണമേ. പരിശുദ്ധാത്മാവിനു വേണ്ടി ഒന്നാഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. കുടുംബത്തെ ഏൽപ്പിക്കാം, നമ്മുടെ ജീവിത പങ്കാളി, മക്കൾ, മാതാപിതാക്കൾ ആയിരിക്കുന്ന മേഖലകളെല്ലാം സമർപ്പിക്കാം. പല വിധത്തിലുള്ള പ്രയാസമുണ്ടോ? അസ്വസ്ഥരാകരുത്, ആകുലരാകരുത്. കർത്താവ് പറയുകയാണ്, ആത്മാവിറങ്ങാൻ വേണ്ടി മാത്രമൊന്ന് നീ ഒന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ മതി, ദൈവം ഇടപെട്ടുകൊള്ളും. ആത്മാവുള്ളിടത്തെല്ലാം ദൈവത്തിൻ്റെ ശബ്ദം വ്യാപരിച്ചു കൊണ്ടിരിക്കും. ദൈവമേ, ഈ സന്ധ്യയിൽ ഞങ്ങളോട് ആഴത്തിൽ ഇടപെട്ട് നിൻ്റെ നന്മകളാ ഞങ്ങളെ നിറയ്ക്കുവാണമേ. ഇതാ ഞങ്ങളെ തന്നെ തരുന്നു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹാടിയ നാമത്തിൽ തന്നെ. ആമേൻ.